ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഗോസ്റ്റ് ട്രെൻഡിങ് ആണ്. ഓൾറെഡി നമ്മൾ സിംപ്ലി സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ മേളിൽ ടോപ്പിൽ കാർട്ടിൽ ഞാൻ കൊടുത്തേക്കാം. പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട്. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലിട്ട് പോയാലോ? വാ. സിംപ്ലി സ്ഥലത്ത് പേയെ തേടി പോയിട്ട് അഘോരിയെ കണ്ട കഥ നമുക്കൊന്ന് കേട്ടാലോ? പാർട്ട് 1 കാണാത്തവർക്കായിട്ട് നമുക്കൊന്ന് ഒന്നുകൂടെ കേൾക്കാം. இருக்க நிறைய அமானுஷ இடங்களை தேடி நாங்க பயணம் பண்ணிட்டு இருந்தோம். அந்த நேரத்துல தான் தற்செயலா எங்களுக்கு இந்த நரபலி காடை பத்தி தெரிய வந்துச்சு. இந்த காட்டுக்குள்ள காலங்காலமா நிறைய மந்திரவாதிகள், அகோரிகள், நிறைய நரபலி பூஜைகள், பில்லி சோனியம், மேவல், இந்த மாதிரி எக்கச்சக்கமான கெடுதலான விஷயங்களை இந்த காட்டுக்குள்ள இன்றளவும் பண்ணிட்டு வரதா எங்களுக்கு தகவல் கிடைச்சது. எங்களுக்கு இந்த காட்டை பத்தி ஒரே சின்ன தகவல் மட்டும் தான் கிடைச்சது. அதை வச்சே நாங்க இந்த காட்டுக்குள்ள போலான்னு முடிவு பண்ணி ரொம்ப நேரமா இந்த காடு எங்க இருக்கு, அந்த பூஜை எங்க பண்றாங்கன்னு நாங்க தேடி தேடி அலைஞ்சிட்டு இருந்தோம். அப்படி இந்த இடத்த நாங்க தேடி பார்த்துட்டு இருக்கும்போது தான் எதிர்பாராத விதமா ஒரு கொடூரமான அகோரியை நாங்க அந்த இடத்துல பார்த்தோம். കേട്ടല്ലോ, ഇതാണ് കഥ. പേയെ பார்த்து പോയി നമ്മൾ കണ്ടതിപ്പോൾ അഘോരിയാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് കണ്ടാലോ? பொறுமையா வந்தவங்க அப்படி கிட்ட வாங்க. ஏன் ஒண்ணுமே தெரியலையா? ഒരു കാര്യത്തിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യും. ഭയങ്കരമായിട്ട് അഡ്വഞ്ചർ ചെയ്ത് ഒക്കെയാണ് ഇവരുടെ ഈ ട്രാവലിംഗ്. അങ്ങനെ നടന്ന് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവിടെ പോയി അവസാനിക്കുന്നത് നമുക്ക് നോക്കാം. ഈ നടത്തം തന്നെ ഉണ്ട് ഗൈസ്, ഒരു 10-15 മിനിറ്റ് നമുക്ക് ഓടിച്ചു വിടാം. ഭയങ്കര ലാഗാണ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല. വീഡിയോയുടെ ലെങ്ത് കൂട്ടാനാണോ അതോ അഡ്വഞ്ചർ കാണിക്കാനാണോ എന്തെന്ന് അറിയില്ല. എന്തായാലും ഒരു 10-15 മിനിറ്റ് ഉണ്ട്, നമുക്ക് ഓടിച്ചു വിടാം. அதை மட்டும் மைண்ட்ல வச்சுக்கோங்க. ஓகே. சரத்து அங்க பாரு, நெருப்பு எரிஞ்சிட்டு இருக்கு பாரு. எங்கடா சொல்றது? இங்க யாரா போ? ஐயோ, அங்க எரிஞ்சிட்டு இருக்கியா? சரத்து, நம்ம பாதம் மாதிரி வந்துட்டோமா? എന്തായാലും നടന്ന് ഒരു 10-25 മിനിറ്റായി കാണും. നടന്ന് എന്തായാലും ഒരു നെരുപ്പ് എരിയത് പാത്തിருக்கு, അതായത് തീ കത്തുന്നത് പാത്തിருக்கு. അത്രയെങ്കിലും കണ്ടല്ലോ ഇപ്പോഴെങ്കിലും. അങ്ങനെ തീ കത്തുന്നത് നോക്കി ആ സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ബാക്കി നമുക്ക് നോക്കാം. നടന്നു പോകുമ്പോൾ കുറേ സൗണ്ടുകളൊക്കെ കേൾക്കാം. അത് ലിസണിങ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയൊക്കെ കാണിക്കുന്നുണ്ട്. അത് അങ്ക പാറുകണ്ണ അങ്ക ഒരു അഘോരി ഇരിക്കുത്. അതെ, അത് വേണം, ആ ധൈര്യം വേണം. കിട്ടപ്പോയി പേസിടலாம், അടുത്ത് പോയി നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്താവും നമുക്ക് നോക്കാം. അഘോരി അവിടെ നല്ല വൈബിൽ ഹോമോ ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി നല്ല എൻജോയ് വൈബിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവരങ്ങോട്ട് നടന്ന് ചെല്ലുന്നത്. ഇത്രയും ലൈറ്റ് വെളിച്ചം കണ്ടിട്ടും ഇതുവരെ അഘോരി പക്ഷെ ഇവരെ പാത്തില്ല. വൈഡാ നെരുപ്പ് ഇപ്പിടി പറക്കാതാ, പറക്കുണ്ടാ. बाबा, I want to talk to you, बाबा. हम बात कर सकते हैं तो आपको मैं शूट कर रहा हूँ. आप पूजा, आपको पूजा मैं शूट करता हूँ. சார் இங்கிருந்து வெளியே போன்னு சொல்றான்.
उसको छोड़ दो அது பார்த்துதா காய்ஸ், அங்கே அகோரியோட பின்னாடி யாரோ கிடக்குது. நீங்க பார்த்துட்டா? இவ்வளவு க்ளோஸ்ல நம்ம பார்த்ததே இல்லடா. நம்ம அந்த பையனை காப்பாத்தி ஆகணும்டா. நம்ம என்னன்னாலும் பரவாயில்ல, இவன் ஒரு ஆள் தான் இருக்கான். இப்போ ஒரு பிளானோட வருவோம். இப்போ வந்து அவன் காட்டு முன்னாடி தனமா அடிக்கிறான். அவன் അതെ, നല്ലപോലെ കാട്ടി ഓട്ടത്തോട് ഓട്ടം തുടങ്ങി. ഇത് എന്നത് ഡാൻസ് കളിക്കതാ? சின்ன பையனை காப்பாத்தி ஆகணும். ஏதோ பாட்டு பாட இப்படி அவன் பாடி ஷேக் ஆகுது. பார்த்தேன், நான் கேப்சர் பண்ணியிருக்கேன். അതെ, ആ ചിന്ന പയ്യനെ കാപ്പാത്തതുക്കാക അവർ പ്ലാൻ பண்ணுவாണ്. നമുക്ക് നോക്കാം രക്ഷപ്പെടുത്തുമോ കാപ്പാത്തുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. நம்ம അവനെ സർപ്രൈസ് பண்ண പോறோம். ആ, അവന് സർപ്രൈസ് കൊടുക്കാൻ പോവാ. വാ, നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. இது விட்டு போகிறதுக்கு எனக்கு மனசு இல்லை. என்னதான் வெளியூரில் இருக்க யாரோ ஒருத்தராக இருந்தாலும் யாரோ ஒருத்தர் நம்மளால் நினைக்க முடியாது. ஏன்னா சின்ன பையனாக இருக்கான். நம்மளால் முடிஞ்ச உதவி. മുടിഞ്ഞ പ്ലാനിങ് ആണ് കേട്ടാ. നമുക്ക് നോക്കാം പ്ലാനിങ് എവിടെ പോയി തീരുമെന്ന്. நார்மலான ஆளுங்களாக இருந்தால் பார்த்து இதை பயந்து ஓடிடுவாங்க. நம்ம இந்த கண்டென்ட் ரொம்ப வருஷமாக பண்ணிருக்கோம். நம்மளால இதை பண்ண முடியும். நம்ம இதை பண்ணி காமிச்சோன்னா അതെ, നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ പണ്ടോട്ടേ കണ്ടന്റ് ചെയ്ത് ഇങ്ങനെ വരുമല്ലേ. வச்சு பண்ணாம தான் தப்பு. நீங்கள் உங்களை ஸ்ட்ராங்காக வச்சுக்கோங்க. நம்மள நம்ம வீக்காக ப்ரொஜெக்ட் பண்ணால் அவன் ஸ்ட்ராங் ஆகிட்டு போயிட்டே இருப்பான். நம்மளையும் அவன் கண்ட்ரோல் பண்ணுறதுக்கும் சான்சஸ். സ്റ്റോറി ഇങ്ങനെ നീണ്ടു പോവാ. കഥ പറിച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ആയി. அந்த பையனை மட்டும் காப்பாற்றிட்டு இங்கே கிளம்பிடலாம். ஓகேவா? இதான் பிளான். അങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞതുമായിട്ടുള്ള കാട്ടിലൂടെ നമ്മുടെ സിംപ്ലി ശരത്തണ്ണൻ ആ പയ്യനെ കാപ്പാത്തതുക്കാകെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നു. പിന്നെയും നടത്തം തന്നെയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നടന്ന ആ പയ്യന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. எங்க ஆளு எரிமலை கொலப்புடா. ஒண்ணுமே தெரியலடா. தனியா விட்டீங்கடா. அந்த ஃபயரை குறாடே. வந்தா ஜெகன் வந்துரு. ஜாக வந்துரு.
ഗൈസ് ആ പയ്യനെ അവിടെ നിന്ന് എടുത്തിട്ട് ഇവർ മുന്നോട്ട് പോകുകയാണ്. ബാക്കി എന്താണെന്ന് നോക്കാം. ഗൈസ് അടുത്ത ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പയ്യനെ രക്ഷപ്പെടുത്തി. പക്ഷേ ഇവരുടെ കൂട്ടത്തിലുള്ള ജഗൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ അഘോരി പിടിച്ച് കൈവച്ചു. உனக்கு எத்தனை சப்பாத்திடா வேணும்? நான் வாங்கி தரடா. வாடா வாடா இங்க. ചപ്പാത്തി വേണോ വേണമാടാ? എന്തിടേ ഇത് ചപ്പാത്തിയൊക്കെ അഘോരിക്ക് മേടിച്ചു കൊടുക്കാന്ന്. മേടിച്ചു കൊടുക്ക് പോയി. അങ്ങനെ ജഗനെ രക്ഷപ്പെടുത്താൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനെയും രക്ഷപ്പെടുത്തി ഓടുകയാണ്. ഓടി 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 ഇങ്ങനെ നടക്കുവാണ്. എന്തുമാത്രം വിശ്വസിക്കാമെന്ന് എനിക്കറിയത്തില്ല. அவங்க போயிருப்பானுங்க. അങ്ങനെ അഘോരിയുടെ കയ്യിൽ നിന്ന് ജഗനെയും രക്ഷപ്പെടുത്തി. എങ്ങനെയാണെന്നറിയില്ല ഗൈസ്. കറക്റ്റ് സമയത്ത് ആ പയ്യൻ്റെ ഭയ്യ അവിടെ വന്നു. എങ്ങനെ? അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനിയും കുറച്ച് സെൻറ്റിമെൻ്റൽ സീനുകളൊക്കെയാണ്. ഇത് ഇവരായിട്ട് തന്നെ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കുറച്ച് മസാലയും പൊടിയും ഒക്കെ ചേർത്ത് വീഡിയോയുടെ ഔട്ടർ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ കുറേ വോക്കിങ്ങും കുറേ ടോക്കിങ്ങും മാത്രം. ഇതൊരു വ്ളോഗ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മസാലയും കുറച്ച് ഇൻഗ്രീഡിയൻറ്റൊക്കെ ചേർത്ത് ഒരു വീഡിയോ. അതിനകത്തൊരു അഘോരിയും കയറ്റി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ എല്ലാം പരിഹരിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.